ശ്രീ ഷോൺ ജോർജ്, കർണാടക ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം അത് താങ്കളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരമേ എനിക്കുള്ളൂ. എങ്കിൽ പോലും അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇന്ന് എക്സാലോജിക്കിന് കൊടുത്തിട്ടുള്ളത്. കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം കോടതി ആരാഞ്ഞു. കാരണം അത് പരാതിക്കാരിയുടെ ആവലാതിയും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക്, ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള ഭയപ്പാട് എക്സാലോജിക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഡയറക്ടറായ വീണ ഇന്ന് അവിടെ പ്രകടിപ്പിച്ചു. അപ്പൊ ആ ചോദ്യത്തിൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യും എന്നെങ്ങനെ പറയാൻ കഴിയും? അപ്പോ ഉത്തരവ് കോടതിയുടെ ഉത്തരവിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് വരുന്നവരെ കടുത്ത നടപടികൾ പാടില്ല. എന്നാൽ തന്നെയും അന്വേഷണ ഏജൻസി എന്ന നിലയിൽ SFI ചോദിക്കുന്ന മുഴുവൻ ഡോക്യുമെന്റ്സും കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് ഉത്തരവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷോൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാദത്തിനിടെ ഒരു പ്രധാന കാര്യം അഡ്വക്കേറ്റ് ദത്താർ പറഞ്ഞിരുന്നുവല്ലോ. അദ്ദേഹമാണല്ലോ എക്സാലോജിക്കിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് SFIO അന്വേഷിക്കേണ്ട രീതിയിലുള്ള തീവ്രത ഈ കേസിനില്ല എന്നല്ലേ? അതായത് ഈ സഹാറ ഇടപാടുകൾ പോലെയുള്ള വലിയ കേസുകൾ അന്വേഷിക്കേണ്ട ഏജൻസിയാണ് SFIO. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ക്രമക്കേട് അല്ല, അങ്ങനെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അതിന് മറുപടിയായിട്ട് കേന്ദ്രം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ 135 കോടിയുടെ ക്രമക്കേട് നടന്നു, അത് CMRLന്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല CMRLന്റെ ഇടപാടുകളിൽ പലതിലും ദുരൂഹതയുണ്ട് എന്ന്. അത് പര്യാപ്തമാണോ? അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രണ്ട് കാര്യം, അതിന് ഉത്തരം രണ്ടാണ്. ഒന്ന്, സഹാറ പോലെയുള്ള ഒരു വലിയ ഇടപാടല്ല എന്ന് ആരാണ് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് അവിടെ സമരം 1000 ദിവസം തികയാണ് ഈ മാർച്ച് 5-ാം തീയതി. അപ്പോ 10-15 വർഷങ്ങളായി ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും വാരിക്കൊണ്ടുപോയ ഇലുമിനേറ്റിന്റെ വാല്യൂ 40,000 കോടി രൂപയിലധികമാണ്. ഇനി അത് മാറ്റിവെച്ചോളൂ. ഇപ്പോ ഇവര് പറയുന്നത് ഇത് വളരെ നിസ്സാരമായ 1,72,00,000 രൂപ മാത്രമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 2019 വരെയുള്ള കണക്കാണിത്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 5 വർഷത്തിനിടയിൽ ഈ 2023 എന്റെ റിട്ട് കൊടുത്തതിന് ശേഷം 2023 ഡിസംബർ മാസം 18-ാം തീയതി വരെ അനധികൃത ഖനനം അവിടെ നടന്നിട്ടുണ്ട്. ഡിസംബർ മാസം 18-ാം തീയതിയും ഡിസംബർ മാസം 27-ാം തീയതി ഇറങ്ങിയ 2 ജിയോ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അപകടമാണെന്ന് മനസ്സിലാക്കി ഇറക്കിയ 2 ജിയോയിലൂടെയാണ് അവിടെ ഖനനം നിർത്തിയത്. അപ്പൊ ഈ കാലഘട്ടത്തിലെല്ലാം നടത്തിക്കൊണ്ട് നിന്ന ഖനനത്തിന്റെ വാല്യൂ വന്നാൽ സഹാറ പിണറായിയുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണല്ലോ ഇവിടെ വാദം നടക്കുന്നത്. ഒന്ന്, ഒരന്വേഷണം നടക്കുകയായിരുന്നു കമ്പനീസ് ആക്ട് 210 അനുസരിച്ച്. അപ്പോൾ പൊടുന്നനെ SFIO അന്വേഷണം സെക്ഷൻ 212 അനുസരിച്ച് എങ്ങനെ നടത്തും? ഇതാണല്ലോ അരവിന്ദ് പി ദത്താർ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ രണ്ടാമത്തെ അന്വേഷണമായ SFIOയുടെ അന്വേഷണം അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും അരവിന്ദ് പി ദത്താർ വാദിക്കുകയാണ് എക്സാലോജിക്കിനും വീണ വിജയനുമായി വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ. ഈ ഒരു നിയമപ്രശ്നത്തിലാണല്ലോ കർണാടക ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കേണ്ടത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നത്തെ ഈ വാദത്തിൽ പ്രതിഫലിക്കുന്നത് അന്വേഷണത്തിന് തടസ്സം കോടതി നിൽക്കില്ല എന്ന് തന്നെയാണോ? ഈ 210 അനുസരിച്ചുള്ള കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൃത്യമായി കമന്റ് ചെയ്തിരുന്നു. വാട്ട് ഈസ് 210 കമ്പനികളെ അദ്ദേഹം വന്ന് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കമ്പനിയെ പേടിപ്പിക്കാനുള്ള ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു എൻക്വയറിയാണ്. കമ്പനികളുടെ പരിധിക്കുള്ളിൽ ആ 210 എൻക്വയറി തന്നെ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആർക്ക്? CMRL. എക്സാലോജിക്കിനും KSIDCക്കും ഇല്ല, പക്ഷെ CMRL പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഈ സാധാരണക്കാരനെയും പാവപ്പെട്ടവന്റെയും ഈ നാടിന്റെയും സ്വത്ത് കൊള്ള ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ പോയെന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കണമെങ്കിൽ 210 അനുസരിച്ചുള്ള എൻക്വയറി പറ്റില്ല, 212 വേണം. അതാണ് എന്റെ ആവശ്യം. അതാണ് കോടതി അംഗീകരിച്ചതും അല്ലെങ്കിൽ ഇപ്പൊ മിനിസ്ട്രി അംഗീകരിച്ചതും ഇപ്പൊ ഓർഡർ അനുസരിച്ച് അന്വേഷണം നടക്കുന്നതും. ഒരു കാരണവശാലും അവർ പറയുന്ന ആ വാദം നിലനിൽക്കില്ല. അങ്ങനെയാണ് താങ്കൾ ആത്മവിശ്വാസത്തിലാണ് ഇതേപോലെ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും? ഇവിടെ ഒറ്റ കാര്യത്തിൽ മാത്രം ഒരു കോടതിയുടെ ഒരു വാക്കാൽ നിർദ്ദേശം വന്നിട്ടുണ്ട്. അറസ്റ്റ്
ഉണ്ടാകരുത്. അതായത് കടുത്ത നടപടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചോദ്യം ചെയ്യലും അറസ്റ്റും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് മാത്രമല്ല SFIO കോടതിയിൽ പറയുകയുണ്ടായി, കോടതി ഒരു വട്ടം ചോദിച്ചിരുന്നു SFIOയോട് ഇന്ന് കർണാടക ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന്. അപ്പോൾ SFIOയുടെ അഭിഭാഷകൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തൽക്കാലം നോട്ടീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അറസ്റ്റ് തൽക്കാലം ഉദ്ദേശിച്ചിട്ടുമില്ല SFIO എന്ന് തന്നെയല്ലേ? അപ്പോൾ ഒരു തിരിച്ചടി എന്തായാലും SFIO കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. SFIക്ക് എവിടെയും ഇത് ഒരു അന്വേഷണത്തിന്റെ പ്രാരംഭ സ്റ്റേജിൽ ഒരു കോടതി ഇതിലും മാന്യമായിട്ട് എങ്ങനെയാണ് അന്വേഷണ ഏജൻസിയോട് ഇടപെടുക? അന്വേഷണ ഏജൻസി ഈ നാളെ മുതൽ അന്വേഷണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഏതെങ്കിലും ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? റെയ്ഡ് നടത്തുന്നതിന് കുഴപ്പമുണ്ടോ? ആകെ പറഞ്ഞിട്ടുള്ള അറസ്റ്റ് എന്നല്ലേ ഉള്ളൂ. മാത്രമല്ല ഒരു സ്ത്രീയല്ലേ അവര്. അപ്പോ അവർക്ക് ആ നിയമത്തിന്റെ പരിരക്ഷ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം കിട്ടണം. എനിക്ക് അതിനകത്ത് ഒരു ആക്ഷേപമില്ല. അവരെ നാളെ രാവിലെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കണം. നടക്കട്ടെ. ആ അന്വേഷണത്തിൽ എന്തിനാണ് അവർക്ക് ആകുലത? ശരിയാണ്. ഒരു കാര്യം കൂടി ഷോൺ, 3 കേസുകളാണല്ലോ ഒരേ സമയം നടക്കുന്നത്. KSIDC ഉണ്ട്, അഡ്വക്കേറ്റ് വൈദ്യനാഥനാണ് KSIDCക്ക് വേണ്ടി ഹാജരാകുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസ് എടുത്തിരുന്നുവല്ലോ, കർണാടക ഹൈക്കോടതിയിൽ കേസ്. പിന്നെ താങ്കളുടെ ആ SFIO അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള താങ്കളുടെ ആ പഴയ ഹർജി. ആ രണ്ട് കേസും 26-ാം തീയതി തന്നെ പോസ്റ്റ് ചെയ്തു. KSIDC ഇത്രയും വലിയൊരു നഷ്ടം KSIDCക്ക് ഉണ്ടായിട്ട് KSID അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഇന്ന് പ്രധാനമായിട്ടും കേരള ഹൈക്കോടതി ഉന്നയിച്ചത്. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എക്സ്പ്ലനേഷൻ ചോദിച്ചതിന്റെ റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം റെക്കോർഡ്സ് എക്സിബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പം അത് ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. പിന്നെ ആകെപ്പാടെ അവർ ആധാരമായി കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്ര കട്ടിങ്, ഇങ്ങനെ ഒരു വിശദീകരണം KSIDC CMRനോട് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞ് KSIDCയുടെ MD കൊടുത്ത ഒരു വിശദീകരണം ഒരു പത്ര കട്ടിങ്ങായി മാത്രമുണ്ട്. അല്ലാതെ ഒരു രേഖകളിലും ഇന്ന് വരെയും KSIDC CMRന് ഒരു കത്ത് കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നില്ല. KSIDC ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെയാണോ? ഞാൻ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ആരും പണം വാങ്ങിയിട്ടില്ല എന്ന്, അങ്ങനെ ഒരു നിലപാട് വന്നിട്ടുണ്ടോ KSIDCയുടെ ഭാഗത്തു നിന്ന്? ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഞാൻ 3 പേരുകൾ പറയാം. നിങ്ങൾ അന്വേഷിച്ചു. 3 പേരുകൾ ഞാനിപ്പോ നിങ്ങളോട് പറയാം. അവരൊക്കെ ആരാണ്, അവരൊക്കെ എവിടെയാണ്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നിങ്ങളൊന്ന് ചുമ്മാ അന്വേഷിച്ചു. ഒരു KSIDCയില് അച്യുത ജനാർദ്ദന പൈ, തട്ടാരപ്പള്ളി തോമസ് കുട്ടി, രവിചന്ദ്രൻ, ഇവരൊക്കെ KSIDCയുടെ പ്രതികളായിട്ട് CMRയിൽ ഡയറക്ടർ ബോർഡിൽ നോമിനി ഡയറക്ടേഴ്സായിട്ട് ഇരുന്നവരാണ്. ഇവരൊക്കെ ആരാണ്, എന്തൊക്കെയാണ്, അവരുടെയൊക്കെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്നൊക്കെ ചുമ്മാ ഒന്ന് അന്വേഷിച്ചു. ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല വൈദ്യനാഥനെ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായി രേഖകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല ഞാൻ. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആരുടെ മുമ്പിലും ഞാൻ പറയാറില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കും. അതിനുശേഷമേ ഞാനത് ഇപ്പോൾ നിങ്ങളോട് പോലും പറയാറുള്ളൂ. ഞാൻ പറഞ്ഞത് KSIDC ഇന്ന് ഉന്നയിച്ച ഇന്ന് പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ KSIDC ഒന്നും അറിഞ്ഞിട്ടില്ല, പാവം. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളസങ്കേതമാണ് KSIDC. അല്ല, KSIDCയിലെ ഈ പറഞ്ഞ 3 പേരുകാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ആയിരിക്കില്ലല്ലോ, അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഇടപാടുകൾ വിരൽ ചൂണ്ടുന്ന ഒരൊറ്റയാളിലേക്കായിരിക്കുമല്ലോ ശ്രീ ഷോൺ ജോർജ്. അതാണല്ലോ കർണാടക ഹൈക്കോടതിയിൽ ആ ഇടപാടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ അത് പറയാൻ ഷോൺ ജോർജ് ആളല്ല. അത് അന്വേഷണത്തിലൂടെ വരേണ്ടതാണ്. ഒരു കാര്യം കൃത്യമായി പറയാം, ഈ KSIDC എന്ന് പറഞ്ഞ് KSIDC നോമിനി ഡയറക്ടേഴ്സ് ആയിട്ടിരുന്ന ഈ 3 ആളുകൾക്കും CMR എന്ന് പറഞ്ഞ കമ്പനിയുമായി അവിഹിത ബന്ധമുണ്ട്.